കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ ഒരു തയ്യാറെടുപ്പ് വേണമായിരുന്നു ഈ കഥാപാത്രത്തിൽ. മറ്റൊരു കഥാപാത്രമാണ്. ആ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? അല്ല, ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു. ഉള്ളിൽ നമുക്കൊരു പ്രോസസ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഞാൻ ഈ ഒരു ക്ലാരിറ്റിയും ഈ കഥ എന്താണ്, ഈ കഥാപാത്രം എന്താണ്, ഇവരെന്തൊക്കെ ചെയ്യും, ഇവരെങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി ഇവരെനിക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ബാക്കിയുള്ള ഒരു ഇന്റേണൽ പ്രോസസ്സ് അല്ലെങ്കിൽ വില്ലത്തരം കാണിക്കുന്നു. എന്നാ പെൺകുട്ടിയോട് ഉള്ള വില്ലത്തരം, പിന്നീട് വീണ്ടും പുറത്തു നിന്നിട്ട് വീണ്ടും ഭയപ്പെടുത്താൻ വേണ്ടി കുടുംബത്തോടുള്ള വില്ലത്തരം. അത് ഭയങ്കര മൈൻഡാണ് കേട്ടോ. ആ സീനുകളും ആ എക്സ്പ്രഷനും നമ്മളെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ആ സംഭവങ്ങളായിരുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടുകേൾവിയുള്ളതാണ്, തീർച്ചയായിട്ടും നടക്കുന്നതാണ്, സമൂഹത്തിൽ നടക്കുന്നതാണ്. അതൊക്കെ വലിയ രീതിക്കാണ് ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വലിയ രീതിക്കാണ്. പിന്നെ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു പാവത്താൻ അല്ലെ, അത് ഏത് കുറ്റം ചെയ്തവരും അങ്ങനെയാണ്. നമുക്കൊരു സ്വയം രക്ഷ, നമുക്കൊന്ന് രക്ഷപ്പെടണമല്ലോ. ആ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അതെല്ലാം മുഖത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത്തരം എക്സ്പ്രഷൻ വർണ്ണങ്ങളാണ് ഏറ്റവും പാട് അല്ലെ. അഭിനയിക്കണ എങ്ങനെ എക്സ്പ്രഷൻ വരുമ്പോഴാണ് അതിനകത്ത് കൂടുതലും വർക്കാവുന്നതെന്ന് എന്റെ ഒരു കാഴ്ചപ്പാടിൽ വേണ്ടത് അല്ലെ. തീർച്ചയായിട്ടും. ഇനിയൊരു യാത്ര എങ്ങനെയാണ്? ഇപ്പം സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിൽക്കുവാണ് അല്ലെ. ഇത് ഭയങ്കര ഇരട്ടി മധുരം ക്രിസ്മസും ന്യൂ ഇയറും നിങ്ങൾക്കാണ്. തീർച്ചയായിട്ടും അല്ലെ. ഇനി ഒരു യാത്ര എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മളെ വേറെ രീതിക്കാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് അല്ലെ. പ്രേക്ഷകർ അന്ന് കണ്ട പ്രേക്ഷകരല്ല, ഇപ്പം ഇരട്ടി പ്രേക്ഷകർ കൂടി അല്ലെ. ഇനിയുള്ള യാത്ര എന്താണ് ചിന്തിക്കുന്നത്? ഈ പറഞ്ഞ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മുമ്പത്തെ സിനിമയോട് വെച്ച് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആരുടെ പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പൊ അവര് ആ ഒരു റിസപ്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളൊരു വേറിട്ടൊരു കഥ, നമ്മൾ ചെയ്യാത്തൊരു ശൈലിയിൽ ചെയ്തു, ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വേറൊരു സംഭവമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു ജേണി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലല്ല ഒന്നുമല്ല. എങ്ങനെയാ പോകുന്നത്, ഇതിന്റെ ജേണി എങ്ങനെ, അതാണ് ഇതിന്റെ ഒരു മിസ്റ്ററി, എങ്ങനെയാ പോകുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ടും ഡെഡിക്കേഷനും കൊടുത്ത് ചെയ്യുക എന്നുള്ള ഒരു കടമയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. കുറച്ചു മുമ്പ് അനശ്വരയുടെ ഫാനാന്ന് പറഞ്ഞു. അനശ്വരയുടെ ഫാനാണ് തീർച്ചയായിട്ടും അല്ലേ. ഞാൻ അനശ്വര സാറ എന്ന കഥാപാത്രം പെർഫോം ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ്. പിന്നെ അത് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പുള്ളിക്കാരി വളരെ ഗംഭീരമാണ്. അനശ്വര സിനിമകൾ ഒരു കുട്ടിത്തമുള്ള സിനിമകളൊക്കെ ആയിരുന്നു. എല്ലാ സിനിമകളും നോക്കുക, എല്ലാത്തിനും മെച്ചമായി ചെയ്തു. പക്ഷെ ഇത് വേറൊരു രീതിക്കാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. ഈ ജഗദീഷ് ഏട്ടൻ, സിദ്ദീഖ് ഏട്ടൻ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഒരു കഥാപാത്രം രണ്ട് രീതിക്ക് പോകുന്നു അല്ലെ. അതൊക്കെ എങ്ങനെ വാച്ച് ചെയ്തു വരുന്നു സമയത്തൊക്കെ? ഇവരുടെ കഥാപാത്രത്തിന്റെ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് ഉണ്ടായത് ജഗദീഷ് ചേട്ടന്റെ കൂടെയാണ്. എനിക്കൊന്ന് ത്രൂ ഔട്ട് കുറെ അദ്ദേഹത്തിന്റെ ഒപ്പം കുറെ സംസാരിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ പഴയ കഥകളും അല്ലെങ്കിൽ പഴയ ലൊക്കേഷൻ വിശേഷങ്ങളും, അദ്ദേഹം ശ്രീനി സാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദ കഥകളും, അങ്ങനെ തന്നെ പുറത്ത് വിദേശ യാത്രകളെ കുറിച്ചും. അപ്പൊ അതൊക്കെ മലയാള സിനിമയുടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. ഇവര് വിറ്റ്നസ് ചെയ്തേക്കുന്ന അത്രയും വലിയ എത്ര സിനിമകളാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, എത്ര സംവിധായകരുടെ, എത്ര നടന്മാരുടെ കണ്ട ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ ഒരു യാത്രയുടെ കുറെ ഭാഗങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ജനിക്കാതെ മുമ്പ് നടന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്കതൊരു ലേണിംഗ് ആണ്. പലരും പറഞ്ഞു എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളും പല തിരുത്തലുകളും നല്ല കാര്യങ്ങളും എല്ലാം ഇവര് നമുക്ക് പറഞ്ഞുതരും. അത്രയും ഒരു കെയർ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ മൂവ്മെന്റ് ആണ്. നമ്മൾ ഇത്രയും സ്ക്രീനിൽ നമ്മൾ ഇത്രയും അതിശയപ്പെടുത്തി എത്രയും വലിയ ആക്ടേഴ്സ് നമ്മളോട് പെർഫോം ചെയ്യുക, അവർ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാം, നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ, നമ്മളുടെ പെർഫോമൻസിന് അവർ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ തിരുത്തലെന്ന് പറയുമ്പോൾ നമുക്കതൊരു എന്താ പറയുക നല്ലൊരു ഹാപ്പി മൂവ്മെന്റ് ആണ്. അപ്പം ഭയങ്കര ഇവരുടെ സപ്പോർട്ട് ഭയങ്കര വലിയൊരു വാല്യുബിൾ കാര്യം തന്നെയാണ്. ഗണേഷ് സാറിന്റെ പേര് എടുത്തു പറയണം. അദ്ദേഹം കഥാപാത്രം ഏറ്റവും ഭയങ്കര അധികം ചർച്ച ചെയ്യുന്നത് ഗണേഷ് സാറിന്റെ ഒരു കാര്യം. പിന്നെ ജഡ്ജായിട്ട് അഭിനയിച്ച അദ്ദേഹം സൂപ്പറായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.